നമസ്കാരം. വിമാനാപകടത്തിൽ മലാവി വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്നത് അല്പസമയം മുൻപ് പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒപ്പം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തൃശൂർ മേയറെ CPIM നേരിട്ട് വിശദീകരണം ചോദിക്കാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം മേയറുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ മേയർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് അത് എൻ്റെ ചുമതലയാണ്. ഇവിടുത്തെ മന്ത്രിയായാലും അതുപോലെ തന്നെ MP ആയാലും ആരായാലും അവരുടെ ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശമില്ലേ? അതിന് നിങ്ങളൊന്നും രാഷ്ട്രീയവൽക്കരിക്കുക. അതൊന്നും രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല. ഞാൻ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഇടതുപക്ഷം പറയുന്നത് അംഗീകരിച്ച് അതുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുക തന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. അതിനകത്ത് ഈ പറയുന്ന പോലെ ഞാൻ മറ്റൊരാളുടെ കൂടെ അങ്ങോട്ട് സംസാരിച്ചു, ഇവിടെ സംസാരിച്ചു, അങ്ങനെ ഒരു പ്രത്യേകതയില്ല. ഞാനിപ്പോൾ ഇടതുപക്ഷമാണ്, CPM-ന്റെ ആണ് എന്നെ ഇവിടെ മേയറാക്കിയിട്ടുള്ളത്. അത് LDF-ന്റെ ഭാഗമാണ്, മുഖ്യ കക്ഷിയാണ്. അവരിൽ കൂടിയാണ് ഞാൻ ഇവിടെ മേയറായിരിക്കുന്നത്. അപ്പൊ അവരുടെ നയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ ബോധത്തോടു കൂടി തന്നെ ചെയ്യുന്ന പ്രവൃത്തി അത് ശരിയല്ല, അത് ഭൂഷണമല്ല. നമുക്ക് വികസനത്തിന് എതിരായി വരരുത്. നാട് നന്നാവണം, തൃശ്ശൂർ നന്നാവണമെങ്കിൽ അതിൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ പത്രത്തിൽ നമ്മൾ എല്ലാം വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ എന്നാണ് എനിക്ക് നിങ്ങളോട് ബോധ്യപ്പെടുത്താനുള്ളത്. ഇത് രണ്ടും ശരിയല്ല. കാരണം ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എൻ്റെ മുറിയിലേക്ക് വരാൻ ഉള്ള അവകാശമില്ലേ? എൻ്റെ ചാമ്പറിൽ വന്നു. അദ്ദേഹം ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ തന്നെ ലോകസഭയുടെ സ്ഥാനാർത്ഥി വരുന്നു. അദ്ദേഹത്തിന് ഇരുത്തി ഒരു ചായ കൊടുത്തു. ആ ചായ കൊടുത്തത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനും ഒരു തരത്തിലും അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു തെറ്റ് ഞാൻ ചെയ്തതുപോലെ കാണിച്ചു. മറ്റൊന്ന്, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഭാരത് ഹോട്ടലിൽ പോയത് യാദർശികമായിട്ടാണ്. എനിക്ക് അന്നേ ദിവസം എൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന തൊട്ട് പിന്നിലത്തെ ഉള്ള ആ ഹോട്ടലിന്റെ പേര് വൈറ്റ് പാലസ്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ 10 മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഷാർപ്പ് 10 മണിക്ക് എന്ന് പറഞ്ഞാൽ 10 മണിക്ക് കൊണ്ടിരിക്കും. ഞാൻ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടില്ല അവിടെ ആരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കാലത്ത് വീട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു. 10 മണിക്കാണല്ലോ. അപ്പൊ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങനെ കൈ കാണിച്ചാൽ, ഒരു MP അല്ലേ, അദ്ദേഹം ജയിച്ച ആളല്ലേ, അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോയി ഒന്നിരുന്നു. ഞാനിങ്ങോട്ട് പോന്നു. ഞങ്ങൾ ഒരു രാഷ്ട്രീയ ചർച്ചയും നടത്തിയിട്ടില്ല, ഒരു പുരോഗമനത്തിന്റെ ചർച്ചയും നടത്തിയിട്ടില്ല, ഒന്നുമില്ല. ഇവിടെ തന്നെ പത്രത്തിൽ അത് വലിയൊരു വാർത്ത. അപ്പൊ അതൊന്നും നമ്മൾ ഒരു പോസിറ്റീവായിട്ട് എടുക്കണം, ഒന്ന് നെഗറ്റീവായിട്ട് പോവല്ലോ. അങ്ങനെ എല്ലാം പോസിറ്റീവായിട്ട് എടുത്തില്ലെങ്കിൽ അത് നമുക്കത് പത്രത്തിന് അത് എഴുതുന്ന ആൾക്കാർക്ക് പോലും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? കേൾക്കുന്നവർക്കുണ്ടാവില്ലേ? പത്രധർമ്മം നമുക്കുണ്ടാവില്ലേ? അല്ലെങ്കിൽ നമ്മൾ മീഡിയ അത് കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒന്ന് ആലോചിച്ചാൽ നല്ലത്. അത്രയേ ഉള്ളൂ ആ വിഷയത്തെ കുറിച്ച്. പിന്നെ പ്രസക്തിയില്ലല്ലോ അതിനകത്ത്. എന്ത് പ്രസക്തിയല്ലേ? അതേ MP ആയി, മന്ത്രിയായി എന്ന് പറയുന്നു. ഞാനാണോ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്? ജനങ്ങളല്ലേ. അതിനെ എന്നെ പറയുന്നതിനാ? അത് വിഷയം എനിക്കറിയില്ല. എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല. CPI എന്നോട് വിളിച്ചിട്ട് അങ്ങനെ പറയുന്നൊരവസ്ഥ. ഘടകകക്ഷിയാണ് ഞങ്ങളുടെ. എന്നോട് അങ്ങനെ ആരും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എനിക്കില്ല. അത് ഞാൻ പത്രത്തിൽ കൂടെ വായിച്ചു.
ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തിയതല്ല, ഞാൻ അങ്ങോട്ട് ചെന്നതാ. മറ്റു ചില വിഷയങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി ഞാൻ പോയത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. ഞാൻ ജനങ്ങളോട് ബോധ്യപ്പെടുത്തിക്കോളാം. എനിക്കത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മീറ്റിംഗ് വിളിച്ചോളൂ, അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെല്ലാവരും വിളിച്ചു, 5 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞു. അല്ല, ഈ വിഷയത്തെക്കുറിച്ച് അല്ല സംസാരിച്ച്. ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി അവിടെ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന മാതിരി ഈ ഒരു വിഷയം ഇങ്ങനെ സുനിൽകുമാറിന്റെ ഒരു പരാമർശം പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, കാരണം ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു. അവിടെ വന്നപ്പോൾ ഇതറിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇന്നത്തെ പത്രത്തിലാണ് മനോക്കെ ഞങ്ങൾ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതൊന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ തന്നെ ഏറ്റെടുത്ത് ഞാൻ തന്നെ നിങ്ങളെ പത്രസമ്മേളനം വിളിക്കുന്നു, ഞാൻ തന്നെ അത് ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ ഒന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതെന്റെ ഉത്തരവാദിത്തമല്ലേ? അടുത്ത ഡിസംബറിലെ 25 ഡിസംബർ തന്നെ. എന്താ അല്ല, ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും നമ്മൾ സൗകര്യത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും 4 വർഷക്കാലം എത്തിച്ചല്ലോ ഈ വണ്ടി. ഇനി മുന്നോട്ട് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കട്ടേന്ന്. ഞാനൊക്കെ പ്രത്യാശയുള്ളവനാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. എപ്പോഴും പോസിറ്റീവുകാരനാണ്, നെഗറ്റീവ് ഞാൻ ചിന്തിക്കാറില്ല. അപ്പൊ അതിന്റെ ഉത്തരല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, എനിക്ക് നെഗറ്റീവായിട്ട് ഞാൻ സ്വതവേ ചിന്തിക്കാറില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതാണ് ഞാൻ. കഴിഞ്ഞത് കഴിഞ്ഞുപോയി, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാൻ ഞാനില്ല. ഓക്കെ, താങ്ക് യു. CPI നൽകിയ പരാതിയിലാണ് തൃശൂർ മേയറെ CPIM ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തി വിശദീകരണം തേടിയത്. ഇപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. തനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ താത്പര്യം സുരേഷ് ഗോപിയോടില്ല, വികസനം എന്നുള്ളത് മാത്രമാണ് തന്റെ ലക്ഷ്യം. തൃശ്ശൂരിൽ വികസനം കൊണ്ടുവരാൻ MP-ക്കാണ് കഴിയുന്നത്, കേന്ദ്ര സർക്കാരിന് കഴിയും. അപ്പോൾ ആ തരത്തിലേക്കുള്ള താത്പര്യം എന്നതിനപ്പുറത്തേക്ക് ഒരു താത്പര്യവും തനിക്ക് സുരേഷ് ഗോപിയോടില്ല. താൻ ഇടതുപക്ഷത്തോടൊപ്പം എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ആളാണ്, CPIM ആണ് തന്നെ മേയറാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം കൂടിക്കാഴ്ച എന്നുള്ളത് യാദൃച്ഛികം എന്നുകൂടി മേയർ ഒരിക്കൽ കൂടി വിശദീകരിക്കുകയാണ്. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, കൂടിക്കാഴ്ചയെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അദ്ദേഹം ആവർത്തിക്കുകയാണ്. വികസനം എന്നുള്ളത് മാത്രമാണ് തന്റെ ലക്ഷ്യം, അതിനൊരു MP-ക്ക് തന്നെയാണ് ചെയ്യാൻ കഴിയുക എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ആ തരത്തിലേക്കുള്ള താല്പര്യം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഈ വിശദീകരണം അദ്ദേഹം CPIM-നും നൽകിയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടതും? മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുകളിൽ എല്ലാ പഴിയും ചാരിക്കൊണ്ടാണ് CPM ഓഫീസിൽ നിന്ന് MK വർഗീസ് ഈ മേയറുടെ ചേംബറിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഈ മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ആ സമയത്തും അദ്ദേഹം പറയുന്നത് ഈ വിവാദങ്ങളെല്ലാം തന്നെ മാധ്യമ സൃഷ്ടിയാണ്, വികസനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ മാത്രമാണ് താൻ നടത്തിയിട്ടുള്ളൂ എന്ന കാര്യമാണ് ഇപ്പോഴും ഈ മേയർ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് മേയർ ഈ MP ആകാൻ ഏറ്റവും ഫിറ്റായ ആളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഇന്ന് സമ്മേളനത്തിൽ അക്കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അത് കഴിഞ്ഞില്ലേ, തൃശ്ശൂരിനൊരു മന്ത്രിയെ കിട്ടി, അതോടൊപ്പം തന്നെ ഒരു MP-യെ കിട്ടി, അതിന് തന്നെ എന്തിന് പഴിക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഈ ഭാരത് ഹോട്ടലിൽ സുരേഷ് ഗോപി വിജയിച്ചതിന് ശേഷം ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതിലും ഏറെ പ്രതികരണം വന്നിട്ടുണ്ട്. അത് യാദർശികമാണ്. സമീപത്തെ ഒരു ഹോട്ടലിൽ ഒരു യോഗത്തിന് വേണ്ടി താൻ പോയതാണ്. ആ സമയത്ത് അവിടെ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ടായിരുന്നില്ല. 10 മണിക്കാണ് യോഗം പറഞ്ഞത്, പക്ഷേ ഉദ്യോഗസ്ഥരെത്തിയില്ല. ഈ സമയത്ത് ആ ഹോട്ടലിൽ വെറുതെ കഴിയാത്തത് കൊണ്ട് ഈ ഭാരത് എന്ന് പറയുന്ന ഹോട്ടലിൽ ചായ കുടിക്കാൻ എത്തിയതാണ്. ആ സമയത്താണ് സുരേഷ് ഗോപിയെ യാദൃശികമായി കണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണ് സുരേഷ് ഗോപി തന്നെ കാണാൻ മേയറുടെ ഓഫീസ് ആ സമയത്ത് ഒരു ചായ കൊടുത്തു. ആ ചായ കൊടുത്തതിൽ എന്താണ് തെറ്റ്? ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവർക്കൊരു ചായ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. പക്ഷേ CPIയെ സംബന്ധിച്ച് കടുത്ത അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മേയറുടെ ഭാഗത്തുനിന്ന് വന്ന പരാമർശം അത് ഈ ക്രൈസ്തവ സഭകൾക്കിടയിൽ പോലും വലിയ ചർച്ചയായി. അത്തരം വോട്ടുകൾ ഈ ഇടത് മുന്നണിയിൽ നിന്ന് അകന്നു പോകാൻ കാരണം ഈ മേയറാണ് എന്നുള്ളത് തന്നെയാണ് CPIയുടെ അമർഷം. അതേ തുടർന്നാണ് ഇന്ന് സുനിൽകുമാർ പരസ്യ പ്രസ്താവന നടത്തിയതിന് തൊട്ട് പിന്നാലെ ഇന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി തങ്ങളുടെ അതൃപ്തി അറിയിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് മേയർ MK വർഗീസിനെ MM വർഗീസ് ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തുന്നത്. അവിടെ എത്തി ഇദ്ദേഹം വിശദീകരണം നൽകുകയുണ്ടായി. അവിടെയും എല്ലാം മാധ്യമ സൃഷ്ടിയാണ്, തനിക്ക് തെറ്റില്ല, വികസനം മാത്രമാണ്, ഒരു കാരണവശാലും BJP-യുമായി തനിക്ക് ബന്ധമില്ല, സുരേഷ് ഗോപിയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുകയായിരുന്നു. പക്ഷെ എന്നാൽ പോലും CPM ഇദ്ദേഹത്തിന് കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക്
അതാണ് CPIയുടെ പരാതിയുള്ള സ്ഥിതിക്ക് CPIM താക്കീത് നൽകിയിട്ടുണ്ട് എന്ന തരത്തിലേക്ക് വിവരം ലഭിക്കുന്നുവെന്നാണ് സൂരജ് സജി റിപ്പോർട്ട് ചെയ്തത്. രാഹുൽ ഗാന്ധി NDA മന്ത്രിസഭയ്ക്കെതിരെ നടത്തിയ ഒരു വിമർശനത്തിലേക്കാണ് ഇനി. NDA മന്ത്രിസഭ കുടുംബ കൂട്ടായ്മ എന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ 20 മന്ത്രിമാരുടെ പട്ടിക പങ്കുവച്ചാണ് വിമർശനം. കോൺഗ്രസിൽ കുടുംബവാഴ്ചയെന്ന് പരിഹസിക്കുന്നവരാണ് മന്ത്രിസഭയെ കുടുംബ കൂട്ടായ്മയാക്കിയതെന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഫാമിലിസം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം എന്താണ് തങ്ങൾക്കെതിരെ അവർ വിമർശനമായി ഉന്നയിച്ചത്? ഇപ്പോൾ NDA മന്ത്രിസഭയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നത് ഏതാണ്ട് തുടക്ക കാലത്ത് തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണല്ലോ. വിവരങ്ങൾ. അനുജ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ എപ്പോഴും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒന്നാണ് കുടുംബവാഴ്ച. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എപ്പോഴും പ്രധാനമന്ത്രി കടന്നാക്രമിക്കുന്നതും ഈ കുടുംബവാഴ്ചയുടെ പേര് പറഞ്ഞു തന്നെയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലടക്കം വലിയ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മറുപടി എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതിലൊരു എക്സിലൂടെ ചില പട്ടികകൾ പുറത്തുവിട്ട് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. മന്ത്രിസഭ NDA മന്ത്രിസഭ ഒരു കുടുംബ കൂട്ടായ്മയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. തലമുറകളുടെ പോരാട്ടത്തിന്റെയും സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും കുടുംബവാഴ്ച എന്ന് വിമർശിക്കുന്നവരുടെ മന്ത്രിസഭ നിലവിലിപ്പോൾ കുടുംബ കൂട്ടായ്മയായിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിപ്പോൾ വ്യക്തമാക്കുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യ, അതോടൊപ്പം തന്നെ HD കുമാരസ്വാമി, ജയന്ത് ചൗധരി, രാംനാഥ് താക്കൂർ ഉൾപ്പെടെ 20 മന്ത്രിമാരുടെ പട്ടിക പുറത്തുവിട്ടാണ്, മോദി മന്ത്രിസഭയിലെ 20 മന്ത്രിമാരുടെ പട്ടിക പുറത്തുവിട്ടാണ് ഈ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ഒരു വിഷയം സജീവമായി തന്നെ കോൺഗ്രസ് ഉയർത്തുകയാണ്. കുടുംബവാഴ്ചയുടെ പേരിൽ എന്നും പഴികേട്ട കോൺഗ്രസിന് ഇപ്പോൾ തിരിച്ചടിക്കാൻ പറ്റിയൊരു സാഹചര്യം കൂടിയാണ് മൂന്നാം മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പട്ടിക പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനം. NDA മന്ത്രിസഭ കുടുംബ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് 20 മന്ത്രിമാരുടെ പട്ടിക പങ്കുവച്ചുകൊണ്ടാണ് എക്സിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനം. തിരികെ ഇപ്പോൾ കിട്ടിയതിലേക്ക്. ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. നിങ്ങൾ സൃഷ്ടിച്ച പ്രകോപനമാണ് BJP രാജ്യവ്യാപകമായി പ്രചരണത്തിനായി ഏറ്റെടുത്തത് എന്നത് മറക്കേണ്ടതില്ല. വർഗീയതയുടെ വിഷസർപ്പം പണം വിടർത്തി ആടുമ്പോൾ അതിൻ്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അതിനെ എതിർക്കുക എന്നതല്ലേ സാധാരണ നിലക്ക് ചെയ്യേണ്ടത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ ഇവിടെ വന്ന് ഇടതുപക്ഷത്തോട് പോരടിക്കുന്നതിൻ്റെ യുക്തിയെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഉയർത്തിയ ആ ചോദ്യത്തിൽ യുക്തിയും ന്യായവും ഉണ്ടെന്ന് കണ്ടപ്പോൾ ഒടുവിൽ അവർക്ക് തന്നെ അത് അംഗീകരിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. സർ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുകയാണ്. സംഘപരിവാർ ശക്തികൾ ഭരണഘടനയെ അട്ടിമറിക്കാൻ പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഏതു വിധത്തിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെങ്കിൽ എന്തിനാണ് ആ BJPക്ക് ഒരാളെ അധികം നൽകുന്ന നിലപാട് നിങ്ങൾ സ്വീകരിച്ചത്? ഇപ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യായ വ്യക്തി നമ്മുടെ നാട്ടുകാരനാണല്ലോ. അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹത്തെയാണ് കേരളത്തിലൊരു മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അയച്ചത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇതിൻ്റെ ഫലമായി ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കാൻ BJPക്ക് അവസരം നൽകുകയാണ്. ഇതിനെല്ലാം സ്വാഭാവികമായും വിശദീകരണം നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. ഇപ്പോൾ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 18 സീറ്റാണ് ലഭിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ആ ഉപദേശം
ഞങ്ങൾക്കതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു? നിയമസഭയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണം. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. നിർമ്മാണ പങ്കാളി ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തു. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, വിശദാംശം. അനുജ, നേരത്തെ തന്നെ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. അതായത് 7 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട ഈ സിനിമയുമായി ബന്ധപ്പെട്ട നിർമ്മാണ ചെലവിനായി നൽകുകയാണെങ്കിൽ 40% ലാഭവിഹിതം ലഭിക്കുമെന്നൊക്കെയായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ ഈ സിനിമ അത് തിയേറ്ററിൽ വന്നതിന് ശേഷം 250 കോടി രൂപയുടെ ലാഭമുണ്ടായി. പക്ഷേ ഈ വാഗ്ദാന പ്രകാരമുള്ള തുകയൊന്നും തന്നെ, അതായത് മുടക്കുമുതൽ പോലും ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി അരൂർ സ്വദേശിയാണ് നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയ പോലീസ് നിർമ്മാതാക്കളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടി ഇടപെടൽ വന്നിരിക്കുന്നത്. ഈ നിർമ്മാതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ, സാമ്പത്തിക സ്രോതസ് എന്നിവ കേന്ദ്രീകരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. ഇതിലെ നിർമ്മാതാവായ ഷോൺ ആന്റണിയെ ED കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. കൊച്ചിയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊരു നിർമ്മാതാവും നടനുമായ സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സൗബിനും വൈകാതെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകും. ഈ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ കേസിൽ EDയുടെ അന്വേഷണം. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളെ ED ചോദ്യം ചെയ്യും. അതിൽ സഹനിർമ്മാതാവിനെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്തു. തിരികെ ഇപ്പോൾ കിട്ടിയതിലേക്ക്. പൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റതിൽ ഓട്ടോ ഡ്രൈവർമാരുടെ സംയുക്ത പ്രതിഷേധം. ശ്യാം കുമാർ വിവരങ്ങളുമായി. ശ്യാം, വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റ വിവരം നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സിന്റെ പ്രതിഷേധമാണോ നടക്കുന്നത്? തീർച്ചയായും അക്രമ സംഭവമുണ്ടായി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതോടുകൂടിയാണ് പള്ളത്താംകുളങ്ങര ഓട്ടോ സ്റ്റാൻഡിലെ വനിതാ ഡ്രൈവർ ജയയെ ആക്രമിച്ച ആളുകളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി സമിതിയുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. ഈ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം പോലീസിനെ സമീപിക്കുമെന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. സംഭവം നടന്ന 24 മണിക്കൂറാകുമ്പോഴും പ്രതികളെക്കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തൊഴിലാളികളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധവുമായി അവർ രംഗത്തെത്തിയിരിക്കുന്നത്. ജയ നിലവിൽ ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഓട്ടോ തൊഴിലാളികൾ നിരത്തിലിറങ്ങിയിരിക്കുന്നത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് തന്നെയാണ് തൊഴിലാളികൾ പറയുന്നത്. അവരുടെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ ഈ കാണുന്നത്. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റതിലാണ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതിഷേധം. പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് പ്രതിഷേധം. ഇപ്പോൾ കിട്ടിയത് അവസാനിക്കുകയാണ്. ഇനി നാം മുന്നോട്ട്. നമസ്കാരം.